ആ കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അനുകൂലമായ കുറെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. 3-4 സാക്ഷികളെ കിട്ടിയിട്ടുണ്ട്. സാർ, ഞാൻ എന്റെ മകളുടെ കേസ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ്. അവിടെ അവളൊരു പ്രശ്നമായിരിക്കുകയാണ്. അവളെ രാധയുടെ പ്രേതം ബാധിച്ചിരിക്കുന്നു അത്രേ. പ്രവൃത്തികൾക്കൊക്കെ പകപോക്കലിന്റെ സ്വഭാവമാണെന്ന്. പ്രേതമോ ബാധയോ പ്രതികാരം അവർ അർഹിക്കുന്നു. ഒരു പാവം പെൺകുട്ടിയെ ജീവനോടെ ചുട്ടുകരിച്ചവരാണ് അവിടെ ഉള്ളത്. അർച്ചനയുടെ ജീവനും അവിടെ രക്ഷയുണ്ടാവില്ല. രാജേന്ദ്രൻ സാർ, അവളെ ആ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകണം സാർ. കൊലയാളികളെ ഞാൻ വിളിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അർച്ചനയ്ക്ക് ആ വീടുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാം. രക്ഷയില്ല. ഞാനിപ്പോൾ അവളുടെ ഫോണിൽ സംസാരിച്ചു. അവളെ കൊണ്ടുവരാൻ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെല്ലരുതെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. സമയോജനക്കുള്ള ഗുളിയുണ്ടോ ചേട്ടാ? ഗുളിക സമയോജനക്കേ അന്ന് രാധയ്ക്കുണ്ടായി കൊടുത്തില്ലേ? അത് അച്ഛനെ ആ ഷർട്ടിന്റെ പോക്കറ്റ് വലിച്ചു കയറൂ. വലിച്ചു കീറാൻ അർച്ചനയല്ല രാധ പറഞ്ഞത്. എന്റെ സാരി അഴിക്ക്. ഇനി എന്റെ കൈക്ക് പിടിക്കുക. വിളിക്കുക. ഇനി എന്റെ അമ്മയെ വിളിക്കുക. വിളിക്കുക. അന്ന് കൈ പിടിച്ചതാര്? സാരി അഴിച്ചതാര്? കളിച്ചേറിയതാര്? അത് ഞാന്. അർച്ചനയല്ല, ഞാൻ രാധയാണ്. ഞാൻ പകരം ചോദിക്കും. പകരം ചോദിക്കും. രാധയാണ് പോലും പ്രേതബാധ. നീ ഈ കളി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. ഇതിന് ഭ്രാന്തെന്നാ പറയുക. അത് മുഴു ഭ്രാന്ത്. രാധ ആത്മഹത്യ ചെയ്താണ്. കോടതി വിധിയുണ്ട്. അത് വിശ്വസിക്കുന്ന മിസ്റ്റർ വിമൽകുമാർ, നിങ്ങൾക്ക് എന്നെ ഭ്രാന്ത് മനസ്സിലാവില്ല. വിമലിന് ആ കഥ കേൾക്കണോ? ഇവിടെ അവൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നെ എഴുതി അറിയിക്കുമായിരുന്നു. എനിക്കും വയ്യ. ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യ ഒരു മാർഗമുള്ളൂ. സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം അവൾ എനിക്ക് എഴുതി. അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്തു. എങ്ങനെ? ഗതികേടിൽ ആരും അങ്ങനെ ആലോചിച്ചു പോകും. അവർക്ക് വേണ്ടപ്പെട്ടവരെ അത് അറിയിക്കുകയും ചെയ്യും. ആ കത്തിൽ എന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് അവൻ എനിക്ക് എഴുതി. പിറ്റേന്ന് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. നേരെ ഇരുട്ടി തുടങ്ങിയപ്പോൾ എന്താ എനിക്കൊരു അസ്വസ്ഥത. ഈ വീടിനോടുള്ള എന്റെ ബന്ധത്തെക്കുറിച്ച് പോലും ഞാൻ അപ്പോൾ മറന്നു. എന്റെ രാധ മാത്രമായിരുന്നു അപ്പോഴെന്റെ മുന്നിൽ.
കൊലപാതകം ആത്മഹത്യയാക്കുന്ന നാടകം കളിക്കായിരുന്നു ഈ വേറാവന്. വിമലിന്റെ സ്വന്തം അച്ഛനും അമ്മയും ചേട്ടനും. അമ്മേ, രാധ എങ്ങനെ മരിച്ചു? എന്നടാ ഇപ്പോഴിങ്ങനെ ഒരു ചോദ്യം? അമ്മയും ചേട്ടനും എന്താ മിണ്ടാ നിൽക്കുന്നത്? നിങ്ങളുടെ നാവുകളിൽ നിന്ന് കേൾക്കണം. അവൾ എങ്ങനെ മരിച്ചു? നിന്റെ ചോദ്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ കൊലയാളികൾ കുറ്റം സമ്മതിക്കാറില്ല. വിമൽ! എടാ, നിനക്ക് ഭ്രാന്ത. വിമൽ, നീ ഇപ്പൊ ഒന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. അച്ഛനെന്തിനാ പേടിക്കുന്നത്? അവൾ എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അമ്മേ, ഞാൻ ഇത്രയും നാൾ നിങ്ങളുടെ അനുസരണയിൽ വളർന്നു. നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ പറയൂ, രാധ എങ്ങനെ മരിച്ചു? അവൾ ആത്മഹത്യ ചെയ്ത, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കൊന്നുവെന്നാണ് പറയുന്നത്? അതെ, നിങ്ങൾ അവളെ മണ്ണെണ്ണ ഒഴിച്ച് ജീവനോട് ചുട്ടരിച്ചു കൊന്നു. പ്രഗത്ഭനായ വക്കീലിലെ എന്റെ ചേട്ടൻ നിങ്ങൾ അത് ആത്മഹത്യയാക്കി മാറ്റി. ഞാൻ ഈ സത്യം തുറന്നു പറയാൻ പോവുകയാണ്, ഈ നാട്ടുകാരോട്, ഈ ലോകത്തോട്. ഇനി രസയ്ക്ക് വരരുത്. നമ്മുടെ കണക്ക് തെറ്റും. ഓർക്കുന്നുണ്ടോ ചേട്ടൻ എനിക്ക് തന്നത്? ഞാനത് തിരിച്ചു തന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു കടവുമില്ല.
കൊല്ലല്ലേ ഞാനൊരു തെറ്റ് ചെയ്തില്ല. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ.